ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ ഒരു വീക്കെൻഡ് ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ കേട്ടോ. വിവി ഇല്ല, അധികം സാധനങ്ങളൊന്നും മേടിക്കാനില്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കേട്ടോ. മെയിനായിട്ട് കുറച്ച് പച്ചക്കറി, ഫ്രൂട്ട്സ് അതൊക്കെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ പോരാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വേണ്ട പുച്ചുനെ ലേസാ അത് എരിവുള്ളതല്ലേ? എരിവില്ലാത്തെടുത്ത് നീ കഴിക്കുമോ? ഇന്നാളൊരു മിച്ചർ മേടിച്ചിട്ട് കഴിച്ചില്ലല്ലോ. ഇവിടെ ഉണ്ട് എരിവില്ലാത്ത, ഇത് മേടിക്കാം. ലേസ് എവിടെ? നമുക്ക് പ്രിങ്കിൾസ് മേടിക്കാം. പ്രിങ്കിൾസ് പോപ്കോണല്ലേ? പോപ്കോണാ വേണ്ടത്? ലേസ് ആ രണ്ടും യെല്ലോ മതിയാ. ഒരു ഗ്രീനും കേട്ടോ, ഒരു യെല്ലോ ഒരു ഗ്രീനും മതി. ഇനിയും അടുത്തത് ബിസ്ക്കറ്റിൻ്റെ സെക്ഷനാണ് കേട്ടോ. അപ്പം ഇനി ഇവിടെ നിന്ന് ഒരു ബിസ്ക്കറ്റും കൂടി മേടിച്ച് കൊടുത്താൽ അവരുടെ കാര്യം കഴിഞ്ഞു കേട്ടോ. പിന്നെ പോണ സമയത്ത് നമുക്ക് ജ്യൂസും മേടിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു സമാധാനമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ, മേടിക്കണം, അങ്ങോട്ട് വായോ അങ്ങോട്ട് പോവാമെന്ന് പറയലും പിന്നെ ചിലപ്പോൾ പാപ്പുമൊക്കെ തന്നെ ഓടിപ്പോകും കേട്ടോ. അപ്പോൾ ആദ്യം അവർക്കുള്ളത് മേടിച്ചു കൊടുത്താൽ അവർക്കും ഒരു സമാധാനമായി, അവർക്കുള്ളത് കിട്ടിയല്ലോ അങ്ങനെ. പിന്നെ ഇപ്പോൾ നമ്മൾ ബീഫ് മേടിക്കാൻ പോവാം കേട്ടോ. വൈകിട്ട് ബീഫ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീഫ് മേടിക്കുകയാണ്. ഇവിടെ പിന്നെ ഇങ്ങനെ എല്ലാം അങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ മേടിക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബീഫും മേടിക്കും, പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ലിവറും മേടിക്കും കേട്ടോ. എന്നിട്ട് രണ്ടും കൂടി ഇട്ടിട്ട് ഒരുമിച്ചാണ് കറി വയ്ക്കൽ. എനിക്കങ്ങനെ ഇറച്ചിയുടെ ഇടയിൽ കുറച്ച് ലിവർ അങ്ങനെ ഇടയ്ക്കൊക്കെ കടിക്കുന്നത് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് നാട്ടിലാണെങ്കിൽ നമുക്ക് അങ്ങനെയാണല്ലോ കിട്ടുക. നമ്മൾ ഇറച്ചി മേടിക്കുമ്പോൾ കുറച്ച് ലിവറും ഒക്കെ അവർ തരും, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ അത് ഇട്ടിട്ട് തരുമല്ലോ. ഇവിടെ പിന്നെ ഒക്കെയും വേറെ ആയി കാരണം 1-2 പ്രാവശ്യമൊക്കെ ഞാൻ അങ്ങനെ ബീഫ് തന്നെ കറി വെച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല. എന്തിനാ മേടിക്കണേ? ചോദിച്ച് വീട്ടിലുണ്ടല്ലോ, നമ്മൾക്കില്ലേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിക്കാം. പിന്നെ അത് ഇവിടെയൊക്കെ നമ്മുടെ ഓയിലിൻ്റെ സെക്ഷനാണ് കേട്ടോ. സൺഫ്ലവർ ഓയിലും കോക്കനട്ട് ഓയിലും എല്ലാത്തരം ഓയിലുകളും ഉണ്ട്, അതൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെന്താ ബാസ്മതി റൈസായി, പിന്നെ നമ്മുടെ മട്ട റൈസ് ഉണ്ട്, അങ്ങനെ എല്ലാ റൈസിൻ്റെ സെക്ഷനാണ് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കുക. അപ്പോൾ പാപ്പുവിന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പാപ്പുവാണ് ഇപ്പോൾ ക്യാമറമാനും. അപ്പോൾ അത് കാരണം തല കുത്തിയിട്ടും തലയില്ലാണ്ടും ഒക്കെയുള്ള വീഡിയോസായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, അവനും അങ്ങനെ വീഡിയോ എടുത്തു. Kunya bananas, alla fruits. Okay. Med älg. Banana. Baby, sambayo. Hello, welcome to the channel. Today, Puchu eat best season dog. Who's the veggie? Who's the pineapple? Pucha.
Tifus, afus, tifus, ofus, noche. So tifus are not good. Yes. Yes. Oh, you look watermelon. Watermelon. അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെയും മേടിച്ചു കേട്ടോ. പിന്നെ പച്ചക്കറികളൊക്കെയും മേടിച്ച് കവറിലാക്കി കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പാപ്പുവാണ് കേട്ടോ. പോയിട്ട് വെയിറ്റൊക്കെയും നോക്കി പ്രൈസൊക്കെയും ഒട്ടിച്ചിട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ പിന്നെ പാപ്പു ആകുമ്പോൾ പോവുക ലൈനിലൊന്നും നിൽക്കണ്ട കേട്ടോ. പാപ്പു അതിൻ്റെ ഇടയിൽ കൂടെ കുത്തിക്കയറി പൊക്കോളും. പിന്നെ അവരും പാപ്പുവിൻ്റെ വേഗം തന്നെ ചെക്ക് ചെയ്തോളൂ. പിന്നെ ഇവിടെ നമ്മുടെ ദോശമാവ്, ഇഡ്ഡലി മാവ്, അപ്പം ബാറ്റർ, പിന്നെന്താ ചപ്പാത്തി, റെഡി ടു ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഒക്കെ ഉണ്ട് കേട്ടോ. ഇടിയപ്പമൊക്കെ നല്ല വലിയ ഇടിയപ്പമാണ്. അന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ആവി കയറ്റിയ നല്ല സോഫ്റ്റ് ഇടിയപ്പം. അങ്ങനെ അതൊക്കെയാണ് ആ സെക്ഷനിൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സെക്ഷനിൽ എന്താണ് കൊള്ളി, ചേമ്പ് അതൊക്കെയുണ്ട്. പിന്നെ ഇവിടെ കുറേ ജ്യൂസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഫ്രഷ് ജ്യൂസ് മേടിക്കാം. പാപ്പുവിന് ഈ ജ്യൂസൊക്കെയാണ് ഇഷ്ടം. എന്നാലും ഇത് ഇടയ്ക്കൊക്കെ മേടിക്കും. പിന്നെ ഇവിടെ എന്താ ഫ്രോസൺ ഐറ്റംസ് ആട്ടോ. ഈ പൊറോട്ട, ചപ്പാത്തി അതൊക്കെ ഫ്രോസൺ ഉണ്ട്. പിന്നെ ഫ്രോസൺ വെജിറ്റബിൾസ്, ഗ്രീൻ പീസ് അതൊക്കെ ഇവിടെ ഉണ്ട്. സ്പിനച്ച് അതൊക്കെ ഉണ്ട് ഫ്രോസൺ ആയിട്ടുള്ളത്. പിന്നെന്താ പനീർ. ഞാൻ പനീർ മേടിക്കാൻ വന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതുകൊണ്ട് ഒരു പനീറിന് ഓഫർ ഉണ്ടായിരുന്നു. അതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. പനീർ പല ബ്രാൻഡിൻ്റെ പനീറുണ്ട്. ഇതന്നെ. അങ്ങനെ പനീർ മേടിച്ചു. പിന്നെ ഇവിടെ എന്താ യോഗട്ട്. ഇവിടെ യോഗട്ടും ചീസ്, ബട്ടർ, ക്രീം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ എന്താ യോഗട്ട് മേടിച്ചു. പിന്നെ ഇവിടെ സോസേജ്, നഗറ്റ്സ് അങ്ങനെ കുറേ ഫ്രോസൺ ആയിട്ടുള്ള ഫ്രോസൺ ചിക്കൻ ബ്രസ്റ്റ്, തൈസ് അതൊക്കെ ഫ്രോസൺ ഐറ്റംസിൻ്റെ ഒരു സെക്ഷനായത്. ഇവിടെ പിന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. പാപ്പു നോക്കണ കണ്ടില്ലേ. പാപ്പുവിനതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും മേടിക്കാറില്ല അധികം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. നമ്മൾ ബില്ലടിച്ചു തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റ, ബൈ ബൈ.